കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ 3 നേരം അരിയാഹാരമായിരിക്കില്ലേ. എന്നാൽ ഈ ഇടയായിട്ട് പല കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ ഷുഗർ ആയിരിക്കാം, കൊളസ്ട്രോൾ ആയിരിക്കാം, ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ മലയാളികളുടെ ഭക്ഷണ രീതിയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ വരുന്നതാണ് ഓട്സിൻ്റെ ഉപയോഗം. ഇന്നത്തെ വീഡിയോ ഓട്സിനെ പറ്റിയാണ്. വെൽക്കം ടു മൈ ചാനൽ. ഐ എം ഡോക്ടർ ലക്ഷ്മി ശരണ്യ. നമുക്കെല്ലാവർക്കും അറിയണ പോലെ ഓട്സ് ഒരു ധാന്യവർഗ്ഗമാണ്. ഇതിൽ ഫൈബറും പ്രോട്ടീനും ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ വേൾഡ് വൈഡായിട്ട് നല്ലൊരു സ്വീകാര്യതയുണ്ട്. ഇത് ഒരു 100 ഗ്രാം ഓട്സ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരു 400 കലോറി കിട്ടും. അതുപോലെ തന്നെ ഒരു 12 to 15 ഗ്രാം പ്രോട്ടീനും ഒരു 60 to 70 ഗ്രാം കാർബോഹൈഡ്രേറ്റും ഒരു 10 ഗ്രാം ഫൈബറും കിട്ടും. അതുപോലെ തന്നെ ഓട്സിൽ സിങ്ക്, സെലീനിയം, മഗ്നീഷ്യം പോലത്തെ മിനറൽസും ഉണ്ട്. ഇനി ഇത് കഴിച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും ഇത് കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൊളസ്ട്രോൾ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ LDL കുറയ്ക്കുകയും HDL കൂട്ടുകയും ചെയ്യുന്നു. അതേപോലെ ഇതിൽ ഒരുപാട് സോല്യൂബിൾ ഫൈബേഴ്സ് ഉണ്ട്. ഈ സോല്യൂബിൾ ഫൈബേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥയിൽ ഇത് എത്തുമ്പോൾ ഇത് ബൾക്കായി മാറും. അതുകൊണ്ട് ഇതിൻ്റെ അബ്സോർപ്ഷൻ വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറയാനും അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ സ്പൈക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു ഡയറ്റിൽ ഓട്സ് ഉൾപ്പെടുത്തണം. കാരണം ഇതിൽ ഫൈബേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് വയറിൽ ഫുള്ളായ ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ 2 മീലുകൾക്കിടയിൽ പെട്ടെന്ന് വിശക്കാൻ സാധ്യത കുറവാണ്. സാധാരണയായിട്ട് മാർക്കറ്റിൽ കണ്ടുവരുന്നത് പോളിഷ്ഡ് ആയിട്ടുള്ള ഓട്സ് ആണ്. പോളിഷ് എന്ന് പറയുമ്പം അത് പ്രോസസ്സ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫൈബർ അല്ലെങ്കിൽ തവിടൊക്കെ കളഞ്ഞിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ കൊളസ്ട്രോൾ പോലുള്ള അസുഖങ്ങളുള്ളവർ അവരുടെ ഡയറ്റിൽ ഈ ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള ഓട്സ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഫൈബർ ഗുണങ്ങളൊന്നും അവർക്ക് ലഭിക്കില്ല. അപ്പോൾ അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് താരതമ്യേന കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഓട്സിൻ്റെ ഫുൾ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് കഴിക്കാവുന്ന ഒന്നാണ് ഫുൾ ഓട്സ്, അതായത് ഓർഗാനിക്കായിട്ട് കിട്ടുന്ന ഫുൾ ധാന്യം. ആ ധാന്യം എന്ന് പറയുമ്പോൾ ഹൾ ചെയ്തെടുത്തതാണ്. പക്ഷെ അത് കുക്ക് ചെയ്യാൻ ഒരുപാട് സമയം വേണ്ടി ഒരു മണിക്കൂറൊക്കെ എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അത്ര പ്രാബല്യത്തിൽ വന്ന ഒന്നല്ല. അതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് സ്റ്റീൽ കട്ട് ഓട്സ്. അത് കാണാൻ ഈ നുറുക്ക് ഗോതമ്പ് പോലെയൊക്കെ ഇരിക്കും. ഒരു വലിയ ധാന്യമണിയെ 3-4 കഷ്ണങ്ങളാക്കി മുറിച്ച പോലെയാണ് അത് കാണാനിരിക്കുക. ഇത് കമ്പാരിറ്റീവ്ലി ഒരു 30 മിനിറ്റൊക്കെയാണ് വേവാനെടുക്കുക. ഇതും നമുക്ക് പറ്റിയില്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് റോൾഡ് ഓട്സ്. കുറച്ചും കൂടി പ്രോസസ്സിങ് ചെയ്ത് വരുന്നതാണ് ഈ റോൾഡ് ഓട്സ്. മുഴുവൻ ധാന്യം എടുത്തിട്ട് സ്റ്റീം ചെയ്ത് റോൾ ചെയ്ത് വരുന്നത്. കാണാൻ ഏകദേശം അവല് പോലെയൊക്കെ ഇരിക്കും. അത് പറ്റിയില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, ലാസ്റ്റ് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഓട്സ് അല്ലെങ്കിൽ ക്യുക്ക് ഓട്സ്. ക്യുക്ക് ഓട്സ് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഓട്സ് എന്ന് പറയുന്നത് ഈ റോൾഡ് ഓട്സിന് പിന്നെയും മുറിച്ചുണ്ടാക്കുന്നതാണ്. അത് ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 3 to 5 minutes ആണ്. അപ്പോൾ ഇതാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് ഉപയോഗിക്കേണ്ട രീതികൾ. ഇനി ഡയബറ്റിക് പേഷ്യൻ്റ് ആയിക്കോട്ടെ, കൊളസ്ട്രോൾ ഉള്ള ആളുകളായിക്കോട്ടെ, ഇതൊരു ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുമ്പോൾ അവർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇത് പാലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഒരു കുറുക്ക് പോലെ കാച്ചി കുടിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത്. അതിന് പകരം ഓട്സ് ഉപയോഗിച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ ദോശ ഉണ്ടാക്കാം, പുട്ടുണ്ടാക്കാം, പാൻകേക്ക് ഉണ്ടാക്കാം, പല റെസിപ്പികളും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പോഷകഗുണമുള്ളൊരു ധാന്യം തന്നെയാണ് ഓട്സ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുകയാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം.